ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. അപ്പോൾ പാഠം 7മായി ബന്ധപ്പെട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഈ ടാസ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ശരിയായിട്ടുള്ള ഓക്സിലറി വെർബ്, അതായത് ഈസ്, ആറ്, ആം അല്ലെ, ആകുന്നു ആണെന്ന് അർത്ഥം കിട്ടുന്ന ഓക്സിലറി വെർബ് നമ്മളിവിടെ എന്താണ് ശരിയായ രീതിയിൽ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകിൽ അത് പറയുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ സെന്റൻസ്, ഷീ ഡാഷ് എ ഡോക്ടർ അല്ലെ, അവിടെ ഒരു ഡോക്ടർ ആണെന്ന് പറയാൻ അവിടെ ഈസും ആറും ആമും നമുക്കുള്ളപ്പോഴേ അവിടെ നമ്മൾ ഏത് ഓക്സിലറി ആണ് ഉപയോഗിക്കുന്നത്? ഷീ ഈസ് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടറാണ്. ദേ ഡാഷ് നോട്ട് അറ്റ് ഹോം അല്ലേ, അവർ വീട്ടിലാണെന്ന് പറയാൻ ദേ ആർ അറ്റ് ഹോം എന്നാണ്. അപ്പോൾ വീട്ടിലല്ല എന്ന് പറയാൻ ദേ ആർ നോട്ട് അറ്റ് ഹോം എന്നുള്ളതാണ്. ഇനി ഡാഷ് യു മൈ ഫ്രണ്ട് അല്ലേ, അവിടെ ഏത് ഓക്സിലറി ആണെന്ന് ചോദിച്ചാൽ ഈസ് യു എന്ന് പറയില്ല, ആം യു എന്ന് പറയില്ല, പിന്നെന്ത് പറയും നമ്മൾ? ആർ യു മൈ ഫ്രണ്ട് അല്ലേ, നീ എൻ്റെ സുഹൃത്താണോ എന്നുള്ളതാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ ഐയുടെ കൂടെ നമുക്കറിയാം കണ്ണുമടച്ച് നമുക്ക് പറയാനും എഴുതാനും സാധിക്കും. ഐയുടെ കൂടെ ആം എന്ന ഓക്സിലറി മാത്രമേ വരുള്ളൂ. ഐ ആം വെരി ഹാപ്പി ടുഡേ അല്ലേ, ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് എന്നുള്ളതാണ്. ഡാഷ് ഷീ എ ഗുഡ് സിംഗർ, ഷീയുടെ കൂടെ നമുക്കറിയാം ആറും ആമും വരില്ല, ഈസ് മാത്രമേ വരുള്ളൂ സിംഗർ ആയതുകൊണ്ട്. എങ്ങനെ എഴുതും? ഈ ഷീ എ ഗുഡ് സിംഗർ, അവൾ നല്ലൊരു പാട്ടുകാരിയാണോ എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം ഐയുടെ കൂടെ പിന്നെ സ്വാഭാവികമായിട്ടും ആം തന്നെയാണ് വരുന്നത്. ആം ഐ റോങ്, ഞാൻ ചെയ്തതോ അല്ലെങ്കിൽ പറഞ്ഞതോ തെറ്റാണോ എന്ന് നമ്മൾ ചോദിക്കുന്നതിനാണ് ഇത്തരത്തിൽ നമ്മൾ ആം ഐ റോങ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യ രൂപത്തിൽ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഇത് ശരിയായെന്ന് കരുതുന്നു. നമുക്ക് ഡേ 8 പഠിച്ചു തുടങ്ങാം. അപ്പൊ ഡേ 7 നമ്മൾ മനസ്സിലാക്കിയത് ഈസ്, ആർ, ആം, ആകുന്നു, ആണ് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ പാസ്റ്റ് രൂപമാണ് വാസും വേറും. വാസും വേറും കഴിഞ്ഞ് നമ്മൾ നൗൺ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അർത്ഥം ആയിരുന്നു എന്നുള്ളതാണ്. വാസും വേറും കഴിഞ്ഞ് നമ്മൾ ആക്ഷൻ വെർബ് പറയുകയാണെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി മാറും. അത് ടെൻസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. അപ്പൊ ഈസാറാമ് ആകുന്നു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാസ്റ്റ് രൂപമാണ് വാസും വേറും നമ്മൾ പറയുന്നത്. ഇത് നോർമലി ഇത് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഐഡന്റിറ്റി, ഫീലിംഗ്സ് ആൻഡ് ലൊക്കേഷൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഐഡന്റിറ്റിയെ തിരിച്ചറിയുന്നതിന് പാസ്റ്റിലുള്ള ഒരു കാര്യം പറയുമ്പോൾ പാസ്റ്റിൽ നമ്മൾ ആ ഒരു ഐഡന്റിറ്റി അറിയുന്നതിന് വേണ്ടിയും കഴിഞ്ഞുപോയ ഒരു കാര്യത്തെ പറ്റിയുള്ള അതിൻ്റെ ഒരു ഫീലിങ്സിനെ പറ്റി പറയാനും കഴിഞ്ഞുപോയ സമയത്ത് ഒരു ലൊക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് വാസും വേറും. അപ്പൊ ഇവിടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ വാസ് ആൻ അക്കൗണ്ടന്റ് അല്ലെ, ഞാനൊരു അക്കൗണ്ടന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അക്കൗണ്ടന്റ് അല്ല എന്നുള്ളതാണ് അർത്ഥം. കാരണം ഞാൻ കണക്ക് കൂട്ടിയതെല്ലാം മിസ്റ്റേക്ക് ആയതുകൊണ്ട് കമ്പനി എന്നെ പറഞ്ഞു വിട്ടു. ഇപ്പൊ ഞാൻ മലക്കറി കട നടത്തുകയാണ് അല്ലെ, അതിനർത്ഥം ഞാൻ ഇപ്പോൾ അക്കൗണ്ടന്റ് അല്ല, മുമ്പ് അക്കൗണ്ടന്റ് ആയിരുന്നു എന്നുള്ളതാണ്. മീര വാസ് ആൻ ആർട്ടിസ്റ്റ്, മീര ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ മീരയ്ക്ക് ഇപ്പൊ അവസരങ്ങളൊക്കെ കുറഞ്ഞു, ഇപ്പൊ വീട്ടിലാണ്, മുമ്പ് ആയിരുന്നു ഇപ്പോഴല്ല എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ പാസ്റ്റിലെ ഈ വാസും വേർ എന്നുള്ള ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടത് ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനാണ്. പാസ്റ്റിൽ നിങ്ങൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഐ വാസ് ആൻ അക്കൗണ്ടന്റ്, ഞാനൊരു അക്കൗണ്ടന്റ് ആയിരുന്നു. മീര കഴിഞ്ഞുപോയ സമയത്ത് പാസ്റ്റിൽ മീര ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ മീര ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ഇപ്പോഴത്തെ അല്ല, കഴിഞ്ഞുപോയതാണ്. അവിടെയാണ് നമ്മൾ വാസും വേറും ഉപയോഗിക്കേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. നമ്മൾ ഫീലിങ്സ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുമ്പോഴും അവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന വാസും വേറുമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാം. ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്, ആർ, ആമാണെന്ന് കഴിഞ്ഞ വീഡിയോ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐ വാസ് സിക്ക് യെസ്റ്റർഡേ, ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു അല്ലെ, സുഖമില്ലായിരുന്നു എന്ന് പറയാം. അവിടെ ഒരു കണ്ടീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാണ്. ഇന്നലെ എൻ്റെ അവസ്ഥ അത്രയും മോശമായിരുന്നു, ഐ വാസ് സിക്ക് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ. അതുപോലെ രണ്ടാമത്തെ സെന്റൻസ്, ദേ വെർ ഹാപ്പി അറ്റ് ദ പാർട്ടി, അവർ പാർട്ടിയിൽ സന്തോഷത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലൊരു ഫീലിങ്സിനെ കാണിക്കാനും കണ്ടീഷൻസിനെ കാണിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാസും വേറും. ഇത് നമ്മൾ പാസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹി വാസ് ഇൻ ദ പാർക്ക് അല്ലേ, അവൻ പാർക്കിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ലൊക്കേഷനാണ്. അവൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ പാർക്കിലായിരുന്നു. വി വെയർ അറ്റ് ദ മാൾ അല്ലെ, ഞങ്ങൾ മാളിലായിരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ മാളിലായിരുന്നു. ലൊക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയും വാസും വേറും എന്നുള്ള യൂസേജ് ഉപയോഗിക്കാറുണ്ട്. വാസ് വേർ ഒരു സെന്റൻസിൽ ആക്ഷൻ വെർബില്ലാതെ അത് കഴിഞ്ഞ് നൗൺ ഉപയോഗിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് നമുക്ക് ആ സെന്റൻസ് നൽകുന്നത്. അത് നമ്മൾ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടും ലൊക്കേഷനുമായി ബന്ധപ്പെട്ടും ഫീലിങ്സ് ആൻഡ് കണ്ടീഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഉപയോഗിക്കുന്ന യൂസേജുകളാണ്. ഇപ്പൊ നമുക്ക് വാസും വേറെ രണ്ട് ഓക്സിലറി വെർബുണ്ട്. ഇത് നമ്മൾ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റും അതുപോലെ തന്നെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും ഉണ്ട്. ഇതിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിച്ചതാണ്. ഹി എന്നും ഷീ എന്നും ഇറ്റ് എന്നും ഒരു വ്യക്തിയുടെ പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഇവിടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഷീ വാസ് അറ്റ് സ്കൂൾ, അവൾ സ്കൂളിൽ ആയിരുന്നു എന്ന് പറയാം.
ഇവിടെ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരാളായതുകൊണ്ടാണ് അവിടെ നമ്മൾ ആയിരുന്നു എന്ന അർത്ഥം കിട്ടാൻ വാസ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ചത്. ദ വെദർ വാസ് കോൾഡ്, അല്ലേ? കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ളതായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞു പോയതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ വെദർ എന്ന് പറഞ്ഞ ആ കണ്ടീഷൻ അത് ഒന്നിനെ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മളവിടെ വാസ് എന്നുള്ള ഓക്സിലറി വെർബ് യൂസ് ചെയ്തത്. ഇനി ഒന്നിൽ കൂടുതലാണെങ്കിൽ നമുക്കറിയാം അവിടെ നമ്മൾ വേറെ എന്നുള്ള ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുന്നത് ആയിരുന്നു എന്ന അർത്ഥം കിട്ടാൻ. യു, വി, ദേ, അതുപോലെ തന്നെ എന്താണ് ഒന്നിൽ കൂടുതൽ വ്യക്തികളൊക്കെ നമ്മൾ പറയുന്ന സാഹചര്യങ്ങളിൽ ആയിരുന്നു എന്ന അർത്ഥം കിട്ടാൻ ഞാൻ പറഞ്ഞു വേറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദേ വേർ ഹാപ്പി, ഇല്ലേ? അവർ സന്തോഷത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ദേ വാസ് ഹാപ്പി എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് തെറ്റാണ്. അവിടെ ഒന്നിൽ കൂടുതലാണ്, പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്താണ് ദേ കഴിഞ്ഞിട്ട് വേറെ എന്നുള്ള ഓക്സിലറി വെർബ് എഴുതിയത്. അത് കഴിഞ്ഞ് നമ്മൾ വെർബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അപ്പോൾ വെർബ് ഇല്ലാതെ നമ്മൾ എന്താണ് വാസും വേറും കഴിഞ്ഞ് നമ്മൾ നൗൺ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. ദ ബുക്സ് വെയർ ഓൺ ദ ടേബിൾ, ആ പുസ്തകങ്ങൾ എന്താണ് ടേബിളിന്റെ മുകളിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിൽ കൂടുതൽ ആയതുകൊണ്ടാണ് ഇവിടെ വേറെ ഉപയോഗിച്ചത്. ദ ബുക്ക് വാസ് ഓൺ ദ ടേബിൾ എന്ന് പറയാൻ കാരണം ഒരു ബുക്ക് ആണെങ്കിൽ നമുക്ക് വാസ് ഉപയോഗിക്കാം. ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടത് ഐ എന്ന സബ്ജക്റ്റ്. അപ്പൊ ഇംഗ്ലീഷിൽ ഐ എന്ന സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാ സ്ഥലത്തും എന്താണ് പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വാസും വേറെ ഒന്ന് ഓക്സിലറി വെർബ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഐ എന്ന സബ്ജക്റ്റ് നമ്മൾ സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഐ വാസ് ഹാപ്പി യെസ്റ്റർഡേ എന്നുള്ളത്. ഞാൻ ഇന്നലെ എന്താണ് സന്തോഷത്തിലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഐ എന്ന സബ്ജക്റ്റ് കഴിഞ്ഞ് അവിടെ വാസ് എഴുതിയത്. ഇവിടെ മാത്രമാണ് ഐ എന്ന സബ്ജക്റ്റ് നമ്മൾ സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. വാസ് എന്ന ഓക്സിലറി വെർബിന്റെ കൂടെയാണ് നമ്മൾ ഇത്തരത്തിൽ എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ ഐ എന്ന സബ്ജക്ട് നമ്മൾ പ്ലൂറൽ ആയിട്ടും ട്രീറ്റ് ചെയ്യാറുണ്ട്. സാങ്കല്പികമായിട്ടുള്ള സെന്റൻസ് ഒക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ഐ എന്ന സബ്ജക്റ്റിനെ പ്ലൂറൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് സീരീസോ ഇംഗ്ലീഷ് മൂവീസോ ഒക്കെ കാണുന്ന സമയത്ത് അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അവർ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ സബ് ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുതി കാണിക്കുന്നത് ഐ വെയർ എന്ന് ചില സാഹചര്യങ്ങൾ കാണും. അത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്ന അടുത്ത സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കും. ഇഫ് ഐ വെർ റിച്ച്, ഞാൻ എന്താണ് ഒരു പണക്കാരനായിരുന്നെങ്കിൽ ഐ വുഡ് ട്രാവൽ ദ വേൾഡ്, ലോകം മുഴുവൻ എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കണമായിരുന്നു. ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് പറയാനല്ല ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ആ സാഹചര്യങ്ങളിൽ ഐയുടെ കൂടെ എന്താണ് വേറെന്നുള്ള ഓക്സിലറി വെർബ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു ഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവനൊരു വിദ്യാർത്ഥി ആയിരുന്നു, അവനൊരു വിദ്യാർത്ഥി ആയിരുന്നില്ല, അവനൊരു വിദ്യാർത്ഥി ആയിരുന്നു എന്ന് 3 രൂപത്തിൽ നമ്മൾ ചോദിക്കാൻ അറിഞ്ഞിരിക്കണം, ഇല്ലേ? ഇപ്പൊ നമ്മൾ പോസിറ്റീവ് പഠിച്ചിട്ട് നമുക്ക് നെഗറ്റീവ് പഠിക്കാം. ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ പോസിറ്റീവ് സെന്റൻസിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അവിടെ കൊടുത്തിരിക്കുന്ന ഓക്സിലറി വെർബ് കഴിഞ്ഞൊരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി നെഗറ്റീവായി മാറി. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഷീ വാസ് നോട്ട് അറ്റ് സ്കൂൾ, അല്ലേ? ഇവിടെ നമ്മൾ പോസിറ്റീവ് സെന്റൻസ് നോക്കിയത് ഷീ വാസ് അറ്റ് സ്കൂൾ, അവൾ സ്കൂളിലായിരുന്നു എങ്കിൽ അവിടെ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. വാസ് എന്ന ഓക്സിലറി കഴിഞ്ഞൊരു നോട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. അത് നെഗറ്റീവായി മാറി ഷീ വാസ് നോട്ട് അറ്റ് സ്കൂൾ എന്നുള്ളത്. അപ്പൊ ഈ വാസ് നോട്ടിന്റെ ഷോർട്ട് ഫോം നമുക്ക് വാസിന്റെ ഒന്നും എഴുതാൻ സാധിക്കും. പ്ലൂറൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് പറയുന്നതും ഇതുപോലെ തന്നെ ഈ മെത്തേഡ് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. വാസ് മാറി വേറെ ആവും. പക്ഷെ നമ്മളൊരു നോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സെന്റൻസ് എന്താണ് നെഗറ്റീവായി മാറും. ഇവിടെ വേർ നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ട് ഫോം വേറിന്റെ എഴുതാം. സെന്റൻസ് ഇതാണ്, ദേ വേർ നോട്ട് ഹാപ്പി, ഇല്ലേ? അവർ എന്താണ് സന്തോഷത്തിലായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഇന്നലെയോ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കോ ലാസ്റ്റ് ഇയറോ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അക്കാരണം കൊണ്ട് തന്നെ അവർ ഹാപ്പി ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞുപോയ ഒരു ആക്ഷനെ കാണിക്കാൻ ആയിരുന്നില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ ആയതുകൊണ്ട് തന്നെ എന്താണ് വാസ് നോട്ടെന്ന് വരൂല, വേർ നോട്ടെന്നേ വരുള്ളൂ, അല്ലേ? അപ്പോൾ അവർ ഹാപ്പി ആയിരുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് ദേ വേർ നോട്ട് ഹാപ്പി എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ 2 തരം ക്വസ്റ്റ്യൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് നമ്മൾ എന്താണ് ഓക്സിലറി വെർബ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത്, അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അതല്ല എങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചുകൊണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി വാട്ടെന്നും വേറെന്നും എന്നെന്നും വൈയെന്നും വിച്ചെന്നും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ക്വസ്റ്റ്യൻ വേർഡുകളായിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്താണ് ഓക്സിലറി വെർബ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അവിടെ. അപ്പോൾ ഓക്സിലറി വെർബ് കഴിഞ്ഞ് സബ്ജക്ട് എഴുതുക എന്നുള്ളതാണ് അതിന്റെ ഒരു കണ്ടീഷൻ. അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്താണ് ഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വാസ് ഷീ അറ്റ് സ്കൂൾ, അവൾ സ്കൂളിൽ ആയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് കഴിഞ്ഞു പോയ ഒരു ആക്ഷനാണ്, ആയിരുന്നു എന്നുള്ള ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഷീ വാസ് അറ്റ് സ്കൂൾ എന്നുള്ള ആ പോസിറ്റീവ് സെന്റൻസിന്റെ വാസ് എന്ന ഓക്സിലറി എന്താണ് ആദ്യം എഴുതി, അതിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് എഴുതുക, ബാക്കി അതേപോലെ എഴുതി അവസാനം ഒരു ചോദ്യചിഹ്നം ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയ അർത്ഥം എന്ന് പറഞ്ഞാൽ അവൾ സ്കൂളിലായിരുന്നു എന്നുള്ളതാണ്. വാസ് ഷീ അറ്റ് സ്കൂൾ, അല്ലെ? ആയിരുന്നു എന്നുള്ളതാണ്. ഷീ വാസ് സിക്ക് യെസ്റ്റർഡേ, അവൾക്ക് നല്ല സുഖമില്ലായിരുന്നു എന്നുള്ളതാണ്. അതാണ് പോസിറ്റീവ് സെന്റൻസ്. അവിടെ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ്, അവിടെ നമുക്കറിയാം
ഓക്സിലറി വെർബ് വാസ് ആണ്. വാസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. വാസ് ഷീ സിക്ക് യെസ്റ്റർഡേ, അവൾക്ക് ഇന്നലെ സുഖമില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ പ്ലൂറൽ ആയിട്ടുള്ള ഒരു സെന്റൻസും ഒക്കെ ആണെങ്കിൽ ദേ വെയർ ഹാപ്പി എന്നുള്ള ആ സെന്റൻസിൽ വേറെന്ന ഓക്സിലറി നമ്മൾ ആദ്യം എഴുതുകയാണ്. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതുമ്പോൾ ബാക്കി അതേപോലെ ഇതൊരു ചോദ്യചിഹ്നം അല്ലേ. എങ്ങനെ പറയും? വേർ ദേ ഹാപ്പി, അവർ സന്തോഷത്തിലായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ വേർ ദേ ലേറ്റ്, ഇല്ലേ, അവർ ലേറ്റ് ആയിരുന്നു, അവർ താമസിച്ചിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇത്തരത്തിലാണ് നമ്മൾ വാസും വേറും യൂസേജ് വെച്ചുകൊണ്ട് പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഷി വാസ് അറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അവൾ സ്കൂളിലായിരുന്നു. ഷി വാസ് നോട്ട് അറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അവൾ സ്കൂളിൽ ആയിരുന്നില്ല. വാസ് ഷി അറ്റ് സ്കൂൾ, അവൾ സ്കൂളിലായിരുന്നു എന്നുള്ളതാണ്. ഈ മൂന്ന് രൂപങ്ങളുടെയും എന്താണ് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. വളരെ എളുപ്പമാണ്. ആയിരുന്നു എന്നുള്ള അർത്ഥം കിട്ടാൻ നമ്മൾ വാസ് ചേർത്തു. ആയിരുന്നില്ല എന്ന അർത്ഥം കിട്ടാൻ അത് ഒന്നായതുകൊണ്ട് വാസ് നോട്ട് ചേർത്തു. ആയിരുന്നോ എന്ന ചോദ്യത്തിന് എന്താണ് വാസ് എന്ന ഓക്സിലറി സ്റ്റാർട്ട് ചെയ്തു. കാരണം അവിടെ ഒരു സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒന്നായതുകൊണ്ടാണ്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ടാസ്ക് ഞാൻ തരാം. ഇവിടെ നമ്മൾ നോക്കുന്നത് ഷീ ഡാഷ് അറ്റ് സ്കൂൾ, അവൾ സ്കൂളിലായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും? അവിടെ നമുക്കറിയാം ആയിരുന്നു എന്ന് പറയാൻ വാസും വേറെ ഉപയോഗിക്കാം. അവിടെ സബ്ജക്റ്റ് ഒന്നായതുകൊണ്ട് അവിടെ നമ്മൾ വാസാണ് പറയേണ്ടത്. ഷി വാസ് അറ്റ് സ്കൂൾ എന്നുള്ളതാണ്. രണ്ടാമത്തത് അവൾ സ്കൂളിൽ ആയിരുന്നില്ല നമ്മൾ എങ്ങനെ പറയും? നമുക്കറിയാം വളരെ എളുപ്പമാണ്. വാസ് കഴിഞ്ഞൊരു നോട്ട് ചേർത്താൽ മതി അല്ലേ. ഷി വാസ് നോട്ട് അറ്റ് സ്കൂൾ എന്നുള്ളതാണ്. ഇനി അവൾ സ്കൂളിൽ ആയിരുന്നു എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? അവിടെ നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിലറി വെർബിലാണ്, അത് കഴിഞ്ഞ് സബ്ജക്റ്റ്. ഇവിടെ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീയുടെ കൂടെ വാസേ വരുവുള്ളൂ. വാസ് ഷീ അറ്റ് സ്കൂൾ, അവൾ സ്കൂളിലായിരുന്നു എന്നുള്ളതാണ്. ഐ ഡാഷ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഇല്ലേ, ഞാൻ നിന്റെ നല്ലൊരു സുഹൃത്ത് ആയിരുന്നു എന്നുള്ളതാണ്. ഐയെ നമ്മൾ വാസും വേറും പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് എന്താണ് സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇവിടെ ഐയുടെ കൂടെ എന്താണ് വാസ് ഒരു വരുമെന്ന് ചോദിച്ചാൽ ഇവിടെ വാസേ വരികയുള്ളൂ. ഐ വാസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ നിന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. അതിനർത്ഥം ഇപ്പോഴല്ല, ഇപ്പൊ നമ്മളുമായി എന്തോ സൗന്ദര്യപ്പിണക്കം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ വലിയ ടൈംസിലൊന്നും അല്ല മുന്നോട്ട് പോകുന്നത്. മുമ്പ് നല്ലൊരു സുഹൃത്തായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിനെ കാണിക്കാനാണ് ഈ സെന്റൻസ് പറയുന്നത്. ഞാൻ നിന്റെ നല്ലൊരു സുഹൃത്ത് ആയിരുന്നില്ല എന്ന് പറയാം. നെഗറ്റീവ് ഇവിടെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വാസിന്റെ കൂടെ നോട്ട് ചേർത്താൽ നെഗറ്റീവായി. ഐ വാസ് നോട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ നിന്റെ നല്ലൊരു സുഹൃത്ത് ആയിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നിന്റെ നല്ലൊരു സുഹൃത്ത് ആയിരുന്നു എന്ന് ചോദിക്കാൻ, അവിടെ ആയിരുന്നു എന്ന് ചോദിക്കാൻ ചോദ്യമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്സിലറി വെർബിലാണ്, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ഇല്ലേ. അപ്പൊ ഐ എന്ന സബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ ഏത് ഓക്സിലറി വരും എന്ന് വെച്ചാൽ നമുക്കറിയാം ഏത് വരും? വാസ് എന്ന ഓക്സിലറി വരും. വാസ് ഐ യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ നിന്റെ നല്ലൊരു സുഹൃത്ത് ആയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കാം ദേ ഡാഷ് ഹാപ്പി, ഇല്ലേ, അവർ സന്തോഷത്തിലായിരുന്നു എന്നാണ്. അപ്പൊ ആയിരുന്നു എന്ന് പറയാൻ വേറെ ഇവിടെ എന്തായാലും വാസു വരില്ല. എന്താണ് പോസിറ്റീവ് സെന്റൻസിൽ വേർ മാത്രമേ വരുള്ളൂ. ദേ വെയർ ഹാപ്പി, അവർ സന്തോഷത്തിലായിരുന്നു. അവർ സന്തോഷത്തിലായിരുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? ദേ വെയർ നോട്ട് ഹാപ്പി എന്നുള്ളതാണ്. അവർ സന്തോഷത്തിലായിരുന്നു നമ്മൾ എങ്ങനെ ചോദിക്കും? നമുക്കറിയാം വെയർ ദേ ഹാപ്പി, ഇല്ലേ, അവർ സന്തോഷത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ ആയിരുന്നു, ആയിരുന്നില്ല, ആയിരുന്നു എന്ന് ചോദിക്കാൻ ഇത്തരത്തിൽ വാസും വേറും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഡേ 8മായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ടാസ്ക് ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് വാസ് ഓർ വെയർ, അല്ലേ. ഇവിടെ ചോദ്യങ്ങളിൽ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് വാസ് അല്ലെങ്കിൽ വെയർ ഉപയോഗിച്ചുകൊണ്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾക്കിത് പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കാം. ഡേ 9 ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ആൻസർ ഞാൻ കാണിക്കുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാണ് തോന്നുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.